മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടുണ്ട്. ആ നാടിൻ്റെ പേര് മദീന എന്നാണ് നമുക്കറിയാം. ആ മദീനക്ക് നമ്മളെപ്പോലെ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ മദീനക്ക് ലോകത്തോട് ഒരുപാട് സന്തോഷങ്ങൾ, അനുഭവങ്ങൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ചത് എങ്കിലും മദീനക്ക് ഈ ലോകത്തോട് കോടാനുകോടി വർഷങ്ങൾ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ മദീനയെക്കുറിച്ച് നമുക്കിങ്ങോട്ട് പറഞ്ഞു തരാനുണ്ടാകും. മദീനക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനുള്ള വിശേഷങ്ങളാണ്, സന്തോഷങ്ങളാണ് നമ്മൾ ആദ്യമായി ചൊല്ലുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. മദീന പറഞ്ഞു അനുഗ്രഹലോകം, അതെൻ്റെ ഹബീബ് ജീവിച്ച കാലം. മദീനയിൽ അന്ന് വരാറുണ്ട് ലോകം, പ്രപഞ്ചം മദീന ചുംബിച്ച കാലം. മദീന പറഞ്ഞു അനുഗ്രഹലോകം, അതെൻ്റെ ഹബീബ് ജീവിച്ച കാലം. മദീനയിൽ അന്ന് വരാറുണ്ട് ലോകം, പ്രപഞ്ചം മദീന ചുംബിച്ച കാലം. മുടങ്ങാതെ കേട്ടു മദീനയ നാദം, കാതോർത്തിരുന്നു മണൽതരി പോലും. മുടങ്ങാതെ കേട്ടു മദീനയ നാദം, കാതോർത്തിരുന്നു മണൽതരി പോലും. സലാം ചൊല്ലി വന്നു ചലിക്കാത്ത കല്ലും, അനുഗ്രഹം നേടി മദീനയിൽ കൊല്ലും. ഹബീബൊന്നു വന്നാൽ മുഖം കണ്ടു നിന്നാൽ മദീമറന്നാരും ഹബീബിലായി ചേരും. ആ सभी के लिए बाबे रहमत, वहाँ कोई रुतबे में अदनान आली, मुरादों से दामन नहीं कोई गाली, तारे लगाए खड़े हैं सवाली. ഭൂമി പറഞ്ഞു ഹബീബിലാണ്, പ്രപഞ്ചം പറഞ്ഞു അതും എൻ്റെതാണ്. ഭൂമി പറഞ്ഞു ഹബീബിൽ
അതിൻ്റെ കാറ്റും മഴയും വെയിലും ഹബീബിനെ കാണാൻ അവർ കാത്തു നിന്നു. മദീനത്തെ മണ്ണിൽ അനുഗ്രഹം പെയ്തു. അതിൽ നനഞ്ഞിടാൻ സകലതും വന്നു. ആ ആ ആ है सभी के ये बाब रहमत। आहा कोई रुतबे में अदना न आली, मुरादों से दामन नहीं कोई खाली। अता